ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് നഞ്ചൻകോട് വെച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മൈസൂർ കൽപ്പറ്റ ഫാസ്റ്റ് പാസഞ്ചറിലെ ഡ്രൈവറെയാണ് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചത്. കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവർ PD ഷിബു ജോസഫിനാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഒരു ബസ് സ്കൂട്ടറിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് ഒരു കൂട്ടം ആളുകൾ ബസ്സിനെ പിന്തുടർന്ന് വാഹനം കുറുകയിട്ട് ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. തുടർന്ന് വയനാട്ടിൽ നിന്ന് KSRTC ഉദ്യോഗസ്ഥരെത്തിയാണ് നഞ്ചൻകോട് പോലീസിൽ പരാതി നൽകിയത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലല്ല കർണാടകയിലും ഇത് വ്യാപകം തന്നെയാണെന്ന് പറയാം. ഇത് ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം അല്ലെങ്കിൽ കാര്യം എന്താണെന്നറിയാതെ പ്രകോപനം നടത്തുന്നത്. നമുക്ക് തന്നെ അറിയാം, ഈ വിഷ്വലിൽ തന്നെ കണ്ടാൽ അറിയാം, ഒരു സ്കൂട്ടർ തട്ടിയതിന്റെ പേരിൽ എന്നാണ് പറയുന്നത്. ഡ്രൈവർ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും വണ്ടി നിറയാണ് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തില് എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കർണാടകയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി മലയാളികൾ അവിടെ ഇഞ്ചി കൃഷിയുമൊക്കെയായി കർണാടകയിൽ ഉണ്ടെങ്കിൽ പോലും കർണാടകയിൽ പല ആക്സിഡന്റുകൾ തന്നെ നടക്കുന്നത്, ഒരുപാട് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഇതിനു മുമ്പ് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പകൽ സമയവും ഇതുപോലെ കവർച്ചക്കാരും ഒക്കെ ഉള്ളതൊക്കെ ഇതിനു മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണെന്നുള്ളൊരു വ്യക്തത നമുക്കറിയില്ല. ഒരു സ്കൂട്ടറിന്റെ സൈഡ് തട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും 2-3 വണ്ടി ആളുകളാണ് ഇതിനായിട്ട് നിൽക്കുന്ന പോലെ ഈ വണ്ടിയെ പിന്തുടരുകയും അതുപോലെ തന്നെ കുറുകയിട്ട് ഡ്രൈവറെ പുറത്തിറക്കി ആക്രമിക്കുകയും ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് വീഡിയോ എടുക്കുന്ന ആളുടെ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ കർണാടകയിലെ പതിവാണ് എന്ന് തന്നെ നമുക്ക് പറയാം.